അതിനുള്ള അബ്രിവേഷനും. ഞാൻ ആക്ച്വലി ആട് വണ്ണിൽ ഡ്യൂഡ് എന്ന് എഴുതിയുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ഡ്യൂഡ് ഈസ് ജസ്റ്റ് എ ഡ്യൂഡ്, അതായിരുന്നു. എക്സ്പാൻഷൻ ഒന്നുമില്ല, പേരുമില്ല. ഡ്യൂഡ് എന്ന് വിളിക്കും, ഡൂഡു എന്ന് വിളിക്കും, ഡൂഡു എന്ന് വിളിക്കും, എന്തെന്തും വിളിക്കാൻ പുള്ളിനെ. അങ്ങനെ ആട് 2 എത്തുമ്പോഴാണ് ഡ്യൂഡ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇട്ടിട്ട് കാര്യമല്ലോ, എന്നാൽ പിന്നെ ഡ്യൂഡിന്റെ എക്സ്പാൻഷൻ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും ഡ്യൂഡിന്റെ എക്സ്പാൻഷൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്റെ പ്രത്യേകത, എനിക്കൊരു സാധനം വേണമെങ്കിൽ എന്റെ മുന്നിൽ കാണുന്ന മേക്കപ്പ് മാനോട് ഞാൻ ചോദിക്കും, ഇങ്ങനെ ഒരു സാധനം വന്നാൽ എന്തായിരിക്കും. അപ്പൊ ഞാനൊരു ഹ്യൂമർ തപ്പ് എന്ന് പറഞ്ഞാൽ ആളുകൾ പതുക്കെ പല വഴിക്ക് ഒളിക്കാൻ തുടങ്ങും. ഇപ്രാവശ്യം ക്യാമറ ഇടുന്ന അഖിൽ ജോസൊക്കെ എന്തോ ലെൻസിന്റെ കാര്യം അതെങ്കിലും എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഹ്യൂമർ തപ്പുകയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അപ്പൊ എന്തിനാ വെറുതെ പടി തീർച്ചിട്ടേ. അപ്പൊ ഡ്യൂഡിന്റെ എക്സ്പാൻഷൻ തപ്പിക്കൊണ്ടിരിക്കാൻ ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കി ഡ്യൂഡ് ഡ്യൂഡ് ഡ്യൂഡ്. അപ്പോഴാണ് നമ്മുടെ ഡ്യൂഡിന്റെ കൂട്ടത്തിലുള്ള കുഞ്ഞു ഡ്യൂഡിയുള്ള ഒരാളായ സജേഷ് പറയുന്നത്, ചേട്ടാ എന്നൊരു കാര്യം ചെയ്യാം, അങ്ങനെ ഇട്ടാലോ, ദാമോദരൻ ഉണ്ണിമകൻ ഡെൽമനട കൊച്ചി പോളി ഡൂഡിന്റെ ടീമിലുണ്ടായിരുന്നു, അവനിപ്പോഴും ഇതിനകത്തുണ്ട്, അവൻ എക്സ്പെർട്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് കിട്ടും. അടിപൊളി.